ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ഇന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന റവ കിച്ചടിയാണ്. സൂപ്പറായിട്ടിരിക്കും, എല്ലാവരും ട്രൈ ചെയ്യണേ. നമ്മൾ ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുന്നു, കടുക് ഇടുന്നു, ജീരകം ഇടുന്നു, ചെറിയ ഉള്ളി ഒരു 5 എണ്ണം ഇടുന്നു, പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നമ്പരിപ്പ് ഒരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എനിക്ക് എരിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ 5 പച്ചമുളക് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടുക. എന്നിട്ട് ഈ ഉഴുന്നമ്പരിപ്പിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് വെജിറ്റബിൾസ് ഇടാം. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഇടുക. ക്യാരറ്റ്, ബീൻസ്, കാലിഫ്ലവർ, പട്ടാണി ഉണ്ടെങ്കിൽ പട്ടാണി, ഉരുളക്കിഴങ്ങ്, ഇതൊക്കെ ഇടാം. ഞാനിതൊക്കെ ഇട്ടിട്ടുണ്ട്. പട്ടാണിയൊന്നും ഇട്ടിട്ടില്ല, പക്ഷേ നമുക്ക് ഇത്തിരി നേരം അടച്ചു വെച്ച് വേവിക്കാം. ഞാനിത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിടാൻ നിങ്ങൾ മറക്കരുത് വെജിറ്റബിൾസിൽ. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ റവ എത്ര ഇടുന്നോ അതേ ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണം. ഞാൻ 1.25 ഗ്ലാസ് റവ ഇടുന്നുണ്ട്, അതുപോലെ 1.25 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കണം. ഉപ്പ് കറക്റ്റാണെങ്കിൽ റവ കിണ്ടി വരുമ്പോൾ കറക്റ്റ് ഉപ്പായിരിക്കും. ഓക്കെ, തിളച്ച് കഴിഞ്ഞു. ഉപ്പ് നോക്കി, കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ ഉപ്പിട്ട് ഉപ്പ് കറക്റ്റായതിന് ശേഷം ഞാൻ റവ ഇടുകയാണ്. റവ അതുപോലെ 1.25 ഗ്ലാസ് റവ ഇട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുമ്പോൾ പുറപുറാന്ന് വരും. വേണമെങ്കിൽ 2 മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് എടുക്കാം. റവ ഇതുപോലെ കിട്ടും. തേങ്ങ ചമ്മന്തിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ബായ്, താങ്ക് യു.